ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ കാണുന്ന പോലെ ടേസ്റ്റി നിബിൾസിൻ്റെ കോക്കനട്ട് മിൽക്ക് കേരള ഫിഷ് കറിയുടെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ലാതുകൊണ്ട് തന്നെ ജെന്യുവൻ റിവ്യൂ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് നോ പ്രിസർവേറ്റീവ്സ് ആഡഡ്, ജാപ്പനീസ് റെറ്റോർട്ട് ടെക്നിക്, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഹീറ്റ് ചെയ്യുക, ഈറ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ട്യൂണ ഫിഷാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മസ്റ്റർഡ് ഉണ്ട്. അലർജിക്ക് ആയവരെ ശ്രദ്ധിക്കണം എന്ന് ഇതിനകത്ത് നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാനത് ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ച് നോക്കി കഴിഞ്ഞപ്പം എനിക്കിതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ക്യാനിന് 160 രൂപയാണ് വില. നമുക്കൊരു 2 നേരം കഷ്ടി കഴിക്കാം. ഫുള്ളായിട്ട് 2 നേരം കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. 3 പീസും 3 വലിയ പീസും ഇത്രയും ഗ്രേവിയാണ് ഇതിനകത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 160 രൂപയ്ക്ക് വർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വേണം നമ്മൾ വയ്ക്കാൻ. ഡയറക്റ്റ് നമുക്ക് ഓവനിൽ വെക്കണമെങ്കിൽ വയ്ക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇതുപോലൊരു സോസ് പാനിൽ ഈ ക്യാനിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ മൈക്രോ ഓർഗാനിസം എന്നുള്ളൊരു പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഫുഡൊക്കെ എല്ലാം കേടാവുന്നത്. ഇത് സ്റ്റെറിലൈസ് ചെയ്ത് പാസ്ചറൈസ് ചെയ്ത് വളരെ നീറ്റായിട്ട് പാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ മൈക്രോ ഓർഗാനിസം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമുക്ക് 1 ഇയർ വരെ ഷെൽഫ് ഗ്യാരണ്ടി പറയുന്നത്. കാരണം അത്രയും ക്ലീനായിട്ട് അത്രയും നീറ്റായിട്ട് പാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ നല്ല കുത്തരി ചോറിലേക്ക് ഈ മീൻ കറിയുടെ ഗ്രേവിയും ഇതുപോലത്തെ ഒരു 3-4 കഷ്ണം മീനുണ്ടാവും. ട്യൂണ ഫിഷാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് ടേസ്റ്റ് കുഴപ്പമൊന്നുമായിട്ട് തോന്നിയില്ല. എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 160 രൂപ വർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമുക്കിപ്പോൾ വീട്ടിൽ നോൺ വെജ് ഒന്നും വയ്ക്കില്ല. പക്ഷേ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനം നല്ല ഒരു അടിപൊളി സാധനം തന്നെയാണ്. കാരണം നമുക്കിത് ടിന്നായിട്ട് മേടിച്ച് വയ്ക്കുക, ജസ്റ്റ് ഉണ്ടാക്കുക പോലും വേണ്ട, തിളപ്പിച്ച് ഒന്ന് എടുത്താൽ മതി, നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഞാനിതിലൊരു 10-8 മാർക്ക് കൊടുക്കും. ബാക്കിയുള്ള പ്രൊഡക്ട്സിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ